ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഷെഫ് പണിക്കർ, നാലികെട്ട് അജ്മാൻ, UAE. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന വീഡിയോ എന്നുള്ളത് നാളികേരം വറുത്തരപ്പാണ്. നമുക്ക് ഈ നാളികേരം വറുത്തരപ്പ് എന്നുള്ളത് നമ്മൾ ബീഫ്, ചിക്കൻ, മട്ടൺ ഐറ്റംസിലും ചില വെജിറ്റബിൾസ് വറുത്തരച്ച കറികളിലും ചേർക്കാവുന്നതാണ്. ഇത് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളെല്ലാവരും യു മസ്റ്റ് ട്രൈ ദിസ്. ഈ വറുത്തരച്ച മസാല നമുക്ക് കേട് കൂടാണ്ട് ഫ്രീസറിലോ നമ്മുടെ ഫ്രിഡ്ജിലോ വെക്കാവുന്നതാണ്. ആവശ്യാനുസരണം ഒരു സ്പൂണ് എത്ര നമ്മുടെ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഏകദേശം ഒരു പോർഷൻ ഫുഡ് ഉണ്ടാക്കുമ്പോൾ 5 ഗ്രാം മതിയാവുന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. നാളികേരം വറുത്തരപ്പിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇത്. ഏകദേശം ഒരു 50 പീസ് നാളികേരമുണ്ട്. അതിന് വേണ്ടുന്ന ഐറ്റംസ് ആണ് ഇത് ഇനി പറയുന്നത്. കറി ലീവ്സ്, വറ്റൽമുളക്, വെളിച്ചെണ്ണ, ഓൾ മല്ലി, ചില്ലി പൗഡർ, കൊറിയാണ്ടർ പൗഡർ, ഷാലറ്റ്, ഗരം മസാല. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ചട്ടി മൂത്ത് വരികയാണ്. അപ്പോൾ നമ്മുടെ എണ്ണ അങ്ങോട്ട് ഒഴിക്കുകയാണ്. നല്ല തനി നാടൻ കോക്കനട്ട് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഗരം മസാല ഇട്ടു. ഗരം മസാല കൊണ്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ചില്ലി ഇട്ടിരിക്കുകയാണ്. ചില്ലി ഇട്ടു, മല്ലിയിട്ട് അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ കർലീവ്സും ഷാലറ്റും കൂടെ ഷാലറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഷാലറ്റ് ഇപ്പോൾ അങ്ങോട്ട് ഇളക്കുകയാണ്. നമ്മുടെ ചങ്ക് ബ്രോളി ഇപ്പോൾ ഇളക്കും. അപ്പം തന്നെ ഒരു പിടി കരിവേപ്പില ഇട്ടു. അതെല്ലാം കൂടെ അങ്ങോട്ട് ഇളക്കി മറിക്കുകയാണ്. അങ്ങനെ മൂത്ത് ഇപ്പം വന്നു വരുമ്പോൾ തട്ടുണ്ട് നമ്മുടെ നാളികേരം. ആ നാളികേരം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ആ നാളികേരം അങ്ങോട്ട് ഇട്ടുകയാണ്. ഇപ്പം നമ്മുടെ ചങ്ക് ബ്രോ എൻ്റെ കൂടെ ഒരാളുണ്ട്. അവനത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇളക്കി മറിക്കുകയാണ്. ഒരു ഗോൾഡൻ ബ്രൗൺ ആവും. ഇപ്പം ഗോൾഡൻ ബ്രൗൺ ആയിരിക്കുകയാണ്. ഏകദേശം വന്നിരിക്കുകയാണ്. ഗോൾഡൻ ബ്രൗൺ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശുദ്ധമായിട്ടുള്ള നമ്മുടെ വെളിച്ചെണ്ണ കണ്ടോ, അത് തിരിഞ്ഞിരിക്കുകയാണ്. ആ ഒഴിച്ച വെളിച്ചെണ്ണ ഇപ്പം സെപ്പറേറ്റ് വന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ മുളക് പൊടി തട്ടാൻ പോവാണ്. മുളക് പൊടി തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ മല്ലിപ്പൊടിയും തട്ടും. മല്ലി അങ്ങനെ റെഡിയായി. മല്ലിയും മുളകും ഒരു പിടി കരിവേപ്പും കൂടെ കരിവേപ്പില ഇട്ട് അതും കൂടെ മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ അതും കൂടെ ആ മസാലയുടെ ആ പച്ചമുളക് ഒന്നിപ്പോൾ അങ്ങോട്ട് അതിൽ നിന്നും വിട്ട് വരുമ്പം ഒരു മിക്സിങ് ഉണ്ട്. നമ്മൾ ആ മിക്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ആയിരിക്കുകയാണ് നമ്മുടെ വറവിൻ്റെ കാര്യങ്ങൾ. നമ്മൾ വറുത്ത് കോരി വെച്ച് നാളികേരത്തിൻ്റെ ചൂട് അങ്ങോട്ട് ഇല്ലാത്ത ഒരു സമയത്ത് ഇളം ചൂടോടുകൂടി നമ്മുടെ ഗ്രൈൻഡറിലേക്ക് ഇടാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ നമ്മൾ അതിനുവേണ്ടി അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രൈൻഡറിലേക്ക് ഇപ്പം ഇടും. ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ ഇപ്പോൾ നമ്മുടെ വറുത്തരപ്പ് ഏകദേശം എത്തിയിരിക്കുകയാണ്. ഫൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫൈൻ പേസ്റ്റ് ആകരുത്. ഫൈൻ പേസ്റ്റ് ഒരു ചെറിയ തരി വേണം. അങ്ങനെയാണ് ഇതിൻ്റെ ആ കണക്ക്. അങ്ങനെ ഓക്കെ ആയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ആ മസാല കൂട്ട് ഇത് യാതൊരു കാരണവശാലും വെള്ളത്തിൻ്റെ ഒരു തുള്ളി പോലും ഉണ്ടാകരുത്. വെള്ളം ഉണ്ടായാൽ സാധനം പെട്ടെന്ന് മോശമായി പോകും. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ വറുത്തരപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത വീണ്ടും പുതിയ വീഡിയോയുമായി കാണാം. അതുവരെ വണക്കം.